ഡോക്ടർ, അതായത് ഇന്ന് കേരളത്തിൽ 26,995 കേസുകളാണ് പുതിയതായി കോവിഡ് രോഗം സ്ഥിരീകരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.97 ഉയരുകയാണ്. രാജ്യത്തിൻ്റെ സ്ഥിതി അതിനേക്കാൾ ഗൗരവതരമായി തുടരുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ? നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കുറെ ആളുകൾ പാനിക്കാണ്. ഈ സാഹചര്യത്തിൽ ആ ഒരു പാനിക് സിറ്റുവേഷൻ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഹോം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം എല്ലാവർക്കും കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് നോക്കരുത്. കാരണം അങ്ങനെ പല ഹോസ്പിറ്റലിലും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കേസുകൾ, കോവിഡ് കേസുകൾ കിടക്കുന്നുണ്ട്. അപ്പം അർഹരായിട്ട് വെന്റിലേറ്റർ ആവശ്യമുള്ള, ഓക്സിജൻ ആവശ്യമുള്ള രോഗികൾക്ക് ബെഡ് കിട്ടാതെ ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും വീട്ടിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ബുക്ക് എടുത്ത് ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ദിവസവും കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്യണം. ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് എത്ര ടെമ്പറേച്ചർ വരുന്നുണ്ട് എന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ വരുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും ഉച്ചയ്ക്കും രാത്രിയും എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത് ആദ്യം എഴുതി വെക്കുക. രണ്ടാമതായിട്ട് ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കുക. പൾസ് ഓക്സിമീറ്ററിന് അധികം കോസ്റ്റ് ഇല്ല. പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഇത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുക്കണം. അവിടെ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നമുക്ക് ഓക്സിജന്റെ ലെവൽ അറിയാൻ പറ്റും. ആ ഓക്സിജന്റെ ലെവൽ SpO2 എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. അത് 94ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, കോവിഡ് തന്നെ മാറിക്കോളും. സാധാരണ ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന അത് കൃത്യമായി പാലിച്ചു പോയാൽ മാത്രം മതി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ എത്ര പ്രാവശ്യം ശ്വാസം ഒരു മിനിറ്റിൽ എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു നിരപ്പായ ഒരു പ്രതലത്തിൽ കിടക്കുക, വളരെ സമാധാനമായിട്ട് ഒരു മിനിറ്റിൽ നമ്മുടെ വയറ് എത്ര പ്രാവശ്യം പൊങ്ങുന്നു എന്നുള്ളത് നോക്കുക. അത് 30ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. 30ന്റെ താഴെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരുന്നാലും മതിയാവും. അടുത്ത ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൈ, വിരൽ, നഖത്തിന്റെ ഭാഗത്തൊന്ന് നെക്കിയതിനു ശേഷം ഒന്ന് വിടുക. ആ സമയത്ത് എത്ര വേഗമാണ് നമ്മുടെ ആ ഒരു റീഫിൽ, നമ്മുടെ ആ ബ്ലഡ് തിരിച്ചു വരുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നഖത്തിന്റെ ഭാഗത്ത് നെക്കിയതിനു ശേഷം തിരിച്ചു വിടുക. വിടുന്ന സമയത്ത് 2 സെക്കൻഡിന്റെ അകത്ത് നമ്മുടെ ബ്ലഡ് റീഫിൽ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ BP നോർമൽ ആണെന്ന് ഒരു ഏകദേശം പറയാൻ പറ്റും. ഇനി നമ്മൾ സാധാരണ നമ്മൾ മെഡിക്കൽ ടൈംസിൽ പറയുന്ന കാപ്പിലറി റീഫിൽ ടൈം എന്നുള്ള അതും വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് 2 സെക്കൻഡിൽ കൂടുതലുണ്ടെങ്കിൽ നിർബന്ധമായും ഉടനെ ഹോസ്പിറ്റലിൽ പോവുക. ഈ പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചാൽ വേറൊരു ഗുണമുണ്ട്. അതിന്റെ നമ്മുടെ ഹാർട്ട് റേറ്റും കൂടെ അറിയാൻ പറ്റും. ആ ഹാർട്ട് റേറ്റ് 120ന്റെ മുകളിൽ അല്ലെങ്കിൽ 125ന്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട. ഇത് കൂടാതെ രോഗിക്ക് അതികഠിനമായ ശ്വാസം മുട്ടൽ, നെഞ്ചിടിപ്പ് വളരെ വളരെ ഹൈ ആയിട്ട് തോന്നുന്നുണ്ട്, അതുപോലെ വേറെ വലിയ അസ്വസ്ഥത ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. ബാക്കി എല്ലാ കോവിഡും നമുക്ക് വീട്ടിൽ ട്രീറ്റ് ചെയ്യാം. സാധാരണ രീതിയിൽ നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല പച്ചക്കറി അടങ്ങിയ ആഹാരങ്ങളും ഫ്രൂട്ട്സ് അടങ്ങിയ ആഹാരങ്ങളും നല്ലോണം കഴിക്കുക, 3 ലിറ്റർ വെള്ളം കുടിക്കുക, ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. കൈ അനക്കാതെ വെറുതെ ഇരിക്കരുത്. കൈയും കാലും അനക്കി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും റൂമിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും മനസ്സിന് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ഒരു 14 ദിവസം നിങ്ങൾ കടന്നു കിട്ടിയാൽ ഈ കോവിഡ് മാറും. ഏകദേശം 70 മുതൽ 80% ആളുകൾക്കും ഈ രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് മതിയാവും. അതുകൊണ്ട് കൂടുതൽ പാനിക് ആകരുത്. ഈ കാര്യമാണ് നിങ്ങൾ വ്യക്തമായി അറിയേണ്ടത്. ഇനിയും കോവിഡ് കൂടും, ഇനിയും 30,000 20,000 വരാൻ സാഹചര്യമുണ്ട്. കാരണം ലോകം മൊത്തം അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് അങ്ങനെ കുറയാതിരിക്കില്ല. അപ്പം കൂടാനുള്ള സാഹചര്യമുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ ഈ മെസ്സേജ് കണക്കാക്കുക. ഡോക്ടർ ഡാനിഷ്, അതായത് രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ ആശങ്കാജനകമായിട്ടാണ് പോകുന്നത്. കൃത്യമായ ഓക്സിജൻ ലഭ്യമല്ല. താങ്കൾ നേരത്തെ ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഓക്സിജൻ തന്നെ ലഭ്യമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു, രാജ്യത്തുണ്ടാകുന്നു. കാരണം ഈ 2ാം വേവിനെയൊക്കെ ആ അർത്ഥത്തിൽ നേരിട്ട UAE-യിലടക്കം ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ഡാനിഷ് എന്നതുകൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഏതർത്ഥത്തിലാണ് നോക്കിക്കാണാനാകുന്നത്? നമ്മുടെ ആദ്യത്തെ വേവ് ഇന്ത്യയിൽ വന്ന സമയത്ത് ആക്ച്വലി ഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ പറ്റും, ഭാഗ്യവശാൽ മരണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപനം ഇത്ര വേഗത്തിലല്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ അത് വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാരണം കോവിഡ് വന്നാൽ അതൊരു ചെറിയൊരു പനിയായിട്ട് പോകും, അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്നത് വെറും ഒരു പറയുന്നതാണ്, ബാക്കിയുള്ള രാജ്യങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എന്നുള്ളൊരു ചിന്ത ആളുകളുടെ മനസ്സിൽ കുറെയൊക്കെ ഉണ്ടായി.
പക്ഷെ കുറെ നമുക്ക് പിന്നെ സർക്കാർ തലത്തിലൊക്കെ കുറെ മാറ്റങ്ങളും ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യാനും അതുപോലുള്ള സാധനങ്ങൾ സെക്യൂർ ചെയ്യാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ സമയത്ത് നടത്താനായിട്ട് കഴിഞ്ഞു. പക്ഷേ ആ രണ്ടാം തരംഗം തുടങ്ങിയ സമയത്തും വളരെ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോഴും ആഘോഷങ്ങളും അതുപോലെ ആൾക്കൂട്ടങ്ങളും സമ്മേളനങ്ങളും നടന്നുകൊണ്ടേയിരുന്നു. അത് വളരെ വലിയൊരു ഔട്ട് ബ്രേക്കിലോട്ട് പോയി. ഇപ്പൊ തൃശ്ശൂർ പൂരത്തൊക്കെ ഇത്രയും മാത്രം റെസ്ട്രിക്ഷൻ ചെയ്തത് ശരിക്കും നമുക്കൊരു 2 മാസത്തേക്കെങ്കിലും നമ്മുടെ ഒരു ആരോഗ്യ മേഖല തകരാതെ നമുക്ക് നോക്കാനായിട്ട് കഴിയും എന്ന് തന്നെ പറയാം. 2 മാസം വരെയെങ്കിലും അതിന്റെ ഒരു ചെറിയ മാറ്റത്തിൽ ചെറിയ മാറ്റമുള്ള ഒരു വലിയൊരു മാറ്റമാണ്. പക്ഷെ ആ ഒരു ചെറിയ ഡിസിഷനിൽ തന്നെ അതൊരു വലിയ ഒരു ഔട്ട് ബ്രേക്കും അതുപോലെ ഹെൽത്ത് കപ്പാസിറ്റിയും തകരാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ കുറച്ചു നേരം അവിടെ കഴിയാൻ പറ്റും ആ ഒരു ഡിസിഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ അജിംഷ പറഞ്ഞിരുന്നു ടെസ്റ്റിനെ കുറിച്ച്. ഈ ധാരാളം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് പോസിറ്റിവിറ്റി ഉള്ള ആളുകളെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അത് പല സംസ്ഥാനങ്ങളിലും നടക്കാത്തത് കൊണ്ട് നമുക്കത് നേരത്തെ തിരിച്ചറിയാൻ പറ്റില്ല. അവിടെ വളരെ വേഗത്തിൽ വ്യാപനം നടക്കുകയും ഇപ്പോൾ ശരിക്കും എനിക്ക് ഇന്നലെ ഒരു കോള് വന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോള് വന്നു, ബോംബെയിൽ നിന്ന് കോള് വന്നു. സ്ഥിരമായി വരാറുണ്ട്, പക്ഷെ വളരെ അടുത്ത് ഞാൻ ബെഡ് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയിട്ട് എനിക്ക് പോലും പറ്റിയില്ല. എനിക്ക് അറിയാവുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഞാൻ വിളിച്ചു, ഹോസ്പിറ്റൽ ICU വിളിച്ചു. എന്നിട്ട് അവസാനം ഇന്നലെ രാത്രി 9 മണിയായപ്പോൾ ഒരാൾക്ക് എനിക്ക് ബാംഗ്ലൂർ ബെഡ് അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പൊ അത് അത്ര ബുദ്ധിമുട്ടാണ് അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്താതിരിക്കണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ കപ്പാസിറ്റിയെ ഒരിക്കലും തകരാതെ നോക്കണം. അത് തകരാതെ നോക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ആൾക്കൂട്ടങ്ങളും എല്ലാ ആഘോഷങ്ങളും മാറ്റുക. ഉപജീവനത്തിന് പുറത്തു പോവുക, ജോലി ചെയ്യുക, തിരിച്ചു വരിക, വീട്ടിൽ വന്ന് നിങ്ങളെ കുടുംബമായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രതിരോധ ശക്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അത് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകും. ഇപ്പൊ വളരെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ്. ഇപ്പം ഞാൻ ഇന്നലെ ആക്ച്വലി വേറൊരു ഡോക്ടർ, അതുപോലെ ഡോക്ടറിന്റെ വേറെ ആയുർവേദ ഡോക്ടറാണ്, പക്ഷെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവിടെ ഒന്നും കേസില്ല, ഇത് വെറുതെ വാർത്തയിൽ പെരുപ്പിക്കുന്നത് മാത്രമാണ്. പക്ഷെ അങ്ങനെ അല്ല. ശരിക്കും നമ്മുടെ മുമ്പിൽ ഒരു സാധനം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പറ്റുമ്പോൾ മാത്രമേ നമ്മൾ അത് ശരിക്കും കാര്യമായിട്ട് എടുക്കുകയുള്ളൂ. ആ അവസ്ഥയല്ല രാജ്യത്തിൽ ഓക്സിജൻ കിട്ടാതെയും അതുപോലെ വെന്റിലേറ്റർ കിട്ടാതെയും ശരിയായ ചികിത്സ കിട്ടാതെ ധാരാളം ആളുകൾ ഈ സമയത്ത് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ കാര്യമായിട്ട് തന്നെ ജനങ്ങൾ എടുക്കണം. പുറത്തിറങ്ങാതിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ കാര്യത്തിന്, നിങ്ങളുടെ ഉപജീവനത്തിനായി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിക്കുക, തിരിച്ചു വരിക, നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് അസുഖം വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്, അല്ലെ? നമ്മുടെ കടമ അത് കൃത്യമായി പാലിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ സർക്കാർ തലത്തിൽ വാക്സിൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറ്റുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുക്കുക. ഞാൻ ഇന്നലെ ഡോക്ടർ അൽത്താഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു, സുനാമി വരുമ്പോഴല്ല നീന്തൽ പഠിക്കേണ്ടത്. ശരിയാണ്, ഈ സമയത്തല്ല ആക്ച്വലി വാക്സിൻ എടുക്കാൻ വേണ്ടി ഓടേണ്ടത്, പക്ഷെ അതിന് മുമ്പേ എടുക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ വാക്സിൻ എടുക്കാനുള്ള ഒരു രീതിയിലോട്ടാണ് വരുന്നത്. ആ രീതി വളരെ നല്ല സ്വാഗതാർഹമാണ്. കാരണം ഓൺലൈൻ സ്പോട്ട് രജിസ്ട്രേഷൻ വരുമ്പോൾ ഒത്തിരി ആൾക്കൂട്ടം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ രോഗവ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അവസരം വരുമ്പോൾ വാക്സിൻ എടുക്കുക. വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഈ ആന്റിബോഡി ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. നമുക്കിപ്പോൾ ഫലപ്രദമായ മരുന്നില്ല, ഫലപ്രദമായ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ല. കറക്റ്റ് ആയിട്ട് ഈ മരുന്ന് കൊടുത്താൽ ഈ അസുഖം മാറും എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള മാർഗം ഒന്ന് വാക്സിൻ, ബാക്കി സാമൂഹ്യ അകലവും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി തന്നെ പാലിക്കണം. അല്ലെങ്കിൽ നമുക്ക് ബാക്കി സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അതേ പ്രശ്നം നമുക്കും ഉണ്ടാവും. നമ്മുടെ സംസ്ഥാനത്തിന് അങ്ങനെ വലിയ പ്രത്യേക ഇതൊന്നുമില്ല, കൂടുതൽ പ്രോബ്ലം ഉള്ളു. കാരണം കൂടുതൽ നമ്മളെ എല്ലാ ടൗൺസുകളും വളരെ അടുത്തടുത്താണ്. പിന്നെ നമുക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പ്രായമായ രോഗികൾ കൂടുതലുള്ള സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിലെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വളരെ കാര്യമായിട്ട് ഓരോ ജനങ്ങളും ഇത് അവരുടെ ഒരു കടമയായിട്ട് എടുക്കേണ്ടതാണ്. ഡോക്ടർ ഡാനിഷ്, അതായത് ഈ ഓക്സിജൻ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് ഈ രോഗം റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ്, നമ്മുടെ ശ്വസന പ്രക്രിയകളെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്. അത് സാർസ് മുതൽ അതിൻ്റെ ആ വൈറസിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വാഭാവികമായും. ഇവിടെ പറയപ്പെടുന്നത് ഒരു ന്യൂമോണിയയൊക്കെ കുറിച്ചാണ്. ഈ ന്യൂമോണിയ വല്ലാത്ത അർത്ഥത്തിൽ ഈ അസുഖം വന്നാൽ, കോവിഡ് വന്നാൽ ന്യൂമോണിയ വരുമെന്നും അങ്ങനെ ഒരു ഭയമുണ്ട്. എന്താണ് ഈ ന്യൂമോണിയയെ എങ്ങനെയാണ് തിരിച്ചറിയാനാകുന്നത്? അത് നമുക്ക് ശ്വാസം മുട്ടലോ അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ തിരിച്ചറിയാനാകുകയുള്ളൂ? എന്താണ് അതിൻ്റെ ഒരു നടപടിക്രമം? അങ്ങനെ പേടിക്കേണ്ടത് ഒരു കാര്യമുണ്ടോ? ഇനി അഥവാ ഈ കോവിഡ് ബാധിച്ചാൽ അതൊരു ന്യൂമോണിയ ആകാതെ ഇരിക്കാൻ എന്തെങ്കിലും ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടോ? അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞാൽ. അതായത് കോവിഡ് വരുന്ന എല്ലാവർക്കും ന്യൂമോണിയ വരുന്നില്ല, കോവിഡ് വരുന്ന എല്ലാവർക്കും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം വരുന്നില്ല. 50% ആളുകൾക്കും അത് ചെറിയൊരു പനിയായിട്ടോ അല്ലെങ്കിൽ ചെറിയ ലക്ഷണമായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത്രമാത്രം പാനിക് ആവേണ്ട ആവശ്യമില്ല.
ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സ്വന്തമായി തന്നെ നമുക്ക് ലക്ഷണങ്ങൾ വെച്ചും അതുപോലെ ചെറിയ സയൻസും വെച്ച് ന്യൂമോണിയ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും ബെഡ് ഇല്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഇപ്പം സാധാരണ ഒരു പനിയോ ചുമയോ വന്നാൽ സാധാരണ ഡോക്ടറിനെ പോയി കാണുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ കോവിഡ് കൂടുന്ന സാഹചര്യത്തിൽ ഒരു ക്രിട്ടിക്കൽ ഒരു ലെവലുണ്ട്. ആ ഒരു ത്രഷോൾഡ് ലെവൽ കഴിയുമ്പോഴാണ് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളാണ് അത് നോക്കേണ്ടത്. ഇപ്പൊ ന്യൂമോണിയ നമുക്ക് അറിയാൻ വേണ്ടി, എന്താണ് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു അസുഖത്തിന്, കോവിഡിന് മാത്രം ഉണ്ടാകുന്ന അസുഖമല്ല. അതൊരു ഫംഗൽ ന്യൂമോണിയ, ഫംഗസ് കൊണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ബാക്ടീരിയ കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ വൈറസ് കാരണം ഉണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങൾ സൂക്ഷ്മജീവികൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ന്യൂമോണിയ. അതായത് നമ്മുടെ ശ്വസന അറകളുണ്ട്, നമുക്ക് ആൽവിയോള എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്വസന അറകളുണ്ട്. അവിടെയാണ് നമ്മുടെ ഓക്സിജൻ എക്സ്ചേഞ്ച്, നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ എത്തുന്നതും അതുപോലെ രക്തം ശുദ്ധീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും, രക്തമല്ല ഈ ശ്വാസം എടുക്കുന്ന ശുദ്ധീകരിക്കുന്ന എല്ലാം നടക്കുന്നത് ആൽവിയോളയിലാണ്. ഈ ആൽവിയോളയ്ക്കകത്ത് എന്ത് നിറയുന്നു? ചലം നിറയുന്നു, അല്ലെങ്കിൽ കഫം നിറയുന്നു, അല്ലെങ്കിൽ അതിന്റെ അകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമ്പോഴാണ് ഈ ന്യൂമോണിയ ഉണ്ടാവുന്നത്. ഈ ന്യൂമോണിയ ഉണ്ടാവുന്ന സമയത്ത് സാധാരണഗതിയിൽ കാണുന്ന 3 ലക്ഷണം എന്ന് പറയുമ്പോൾ കഠിനമായ പനി, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 101 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് പനി നിൽക്കുകയാണ്. രോഗിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3, 4, 5 ദിവസമൊക്കെ നിൽക്കുന്നു. അതിന്റെ കൂടെ ശ്വാസം വലിച്ചെടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്നത് പോലെയല്ല, നമ്മൾ കംപ്ലീറ്റ് എത്രയാണോ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത് അത്രയും മാക്സിമം ബ്രീത്ത് ചെയ്യുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഏറ്റവും അറ്റം എത്തുമ്പോൾ സമയത്ത് ചെറിയ വേദന ഉണ്ടെങ്കിൽ, നെഞ്ചിന്റെ ഭാഗത്ത് വേദന എടുക്കുന്നുണ്ടെങ്കിൽ അത് ന്യൂമോണിയയുടെ ഒരു ലക്ഷണമായിട്ട് വേണമെങ്കിൽ പറയാം. ഇനി അതിനുശേഷം ശ്വാസം മുട്ടൽ ഉണ്ടാവുന്നു, രോഗിക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു, അത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറയാം. ആ ശ്വാസമുട്ടൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതും ഒരു ലക്ഷണമുണ്ട്. ഇപ്പൊ ഈ 3 ലക്ഷണമാണ് ക്ലാസിക്കലായിട്ട് ന്യൂമോണിയയ്ക്ക് പ്രധാനമായിട്ട്. ഇതല്ലാതെ കുറെ ലക്ഷണങ്ങളുണ്ട്, പക്ഷെ ഇത് ന്യൂമോണിയയുടെ 3 ലക്ഷണമായിട്ട് പറയാം. ഇനി എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ട് റേറ്റ് നോക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ ആ റേറ്റ് നമ്മുടെ കയ്യിലെ ഇടുപ്പിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് പൾസ് നോക്കുന്ന ഭാഗത്ത് പൾസ് നോക്കാം. അല്ലെങ്കിൽ നേരത്തെ പൾസ് ഓക്സിമീറ്റർ പറഞ്ഞതുപോലെ പൾസ് ഓക്സിമീറ്റർ വെച്ച് ഒരു 120ന് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് പൾസ് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതല്ലെങ്കിൽ നമുക്ക് കിടന്നതിന് ശേഷം വയർ എത്ര പ്രാവശ്യം പോകുന്നതെന്ന് നോക്കാം. അത് 30ന് മുകളിൽ പോകുന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ന്യൂമോണിയ ഉണ്ട്, അത് ഇച്ചിരി നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എവിടെയെങ്കിലും കളർ ചേഞ്ച്, നമ്മുടെ നഖത്തിലും അതുപോലെ ഇതിലൊക്കെ നീല കളറിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും അതും ഒരു സൈനാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ന്യൂമോണിയ ആണോ അതോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇനി എങ്ങനെ നമുക്ക് ന്യൂമോണിയ വരാതെ നോക്കാമെന്ന് ഡോക്ടർ നിങ്ങൾ ചോദിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പല ആളുകളും പറഞ്ഞത് തന്നെയാണ്. നമുക്ക് പല കാര്യങ്ങളും അറിയാം. കോവിഡ് വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിക്കണമെന്ന് അറിയാം, പല ഇടങ്ങൾ ക്ലീൻ ചെയ്യണമെന്ന് അറിയാം, അതുപോലെ ആൾക്കൂട്ടങ്ങളിൽ പോകാതിരിക്കണമെന്ന് അറിയാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വാക്സിനെയും കാട്ടും, നേരത്തെ ഡോക്ടർ അൽത്താഫ് അത് തന്നെയാണ് പറഞ്ഞത്, വാക്സിനെയും കാട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുന്നതാണ്. കാരണം ഈ മരണാനന്തര ചടങ്ങുകൾ അടങ്ങുമ്പോഴും അല്ലെങ്കിൽ വിവാഹങ്ങളിലും അതുപോലെ മീറ്റിംഗ്സിലുമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് സ്പ്രെഡ് ഉണ്ടാകുന്നത്. കാരണം അവിടെ നമ്മൾ കുറെ നേരം റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ വായു ശ്വസിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖം വരും. അത് എല്ലാ ഉത്സവങ്ങളും, എല്ലാ കുടുംബ സംഗമങ്ങളും, വിനോദയാത്രകൾ, വിവാഹം, ഉത്സവങ്ങൾ എല്ലാം ഈ സമയത്ത് ഇല്ലാതാക്കുക. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ അറ്റൻഡ് ചെയ്യുക. പുതിയ ഓൺലൈൻ മീഡിയ ഉണ്ട്, ഓൺലൈൻ രീതിയിൽ ചെയ്യാൻ നോക്കാം. സാധനങ്ങൾ വാങ്ങിക്കാൻ ഓൺലൈനായിട്ട് പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ട് തിരക്കില്ലാത്ത സമയത്ത് പോയി വാങ്ങിക്കുക. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ജീവിതം മോഡിഫൈ ചെയ്ത് നമ്മുടെ അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം. ഇപ്പൊ ന്യൂമോണിയ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ശ്വസന വ്യായാമങ്ങളുണ്ട്, അതായത് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ലതാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ്